Su-34, Su-35 ഈ രണ്ട് വിമാനങ്ങൾ ഉപയോഗിച്ച് ഉക്രൈനെതിരെ റഷ്യ പല ആക്രമണങ്ങൾ നടത്തി. ഈ വിമാനങ്ങളെ ഉക്രൈനും ന്യൂട്രലൈസ് ചെയ്യാൻ ശ്രമിച്ചു. ഇതൊരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യ വിമാനങ്ങളെ ഉപയോഗിച്ച് ഉക്രൈനെ ഭയപ്പെടുത്തുമ്പോൾ ഉക്രൈൻ റഷ്യക്കെതിരെ അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് സിസ്റ്റമായ പാട്രിയോട്ടും IRIS-T പോലുള്ള ജർമ്മനിയുടെ അതിനവീന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇത്രയും ദിവസം ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ജർമ്മനിയുടെ പക്കൽ നിന്നും ഒരു അറിയിപ്പ് 2 ദിവസം മുൻപ് വന്നിരുന്നു. ഓഗസ്റ്റ് മാസത്തിലെ ഇതിനുള്ള ചർച്ചകൾ നടന്നിരുന്നു. സെപ്റ്റംബർ മാസം 5-ാം തീയതി ജർമ്മനിയുടെ ഷോർട്സ് ഒരു കാര്യം പറഞ്ഞു. 17 യൂണിറ്റ് IRIS-T മിസൈൽ വിരുദ്ധ സംവിധാനവും വിമാനവേധ മിസൈൽ സംവിധാനവും ഞങ്ങൾ ഉക്രൈന് നൽകാൻ പോകുന്നു. റഷ്യയുടെ Su-34, 35 വിമാനങ്ങൾ ഉക്രൈന്റെ എയർ സ്പേസിനുള്ളിലേക്ക് നുഴയാൻ ശ്രമിച്ചാൽ, അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു ചിന്തയെ തന്നെ ഇവയെല്ലാം മാറ്റിമറിക്കും എന്നുള്ള വലിയൊരു അറിയിപ്പ് ജർമ്മനിയുടെ ഭാഗത്തുനിന്നും പുറത്തു വന്നു. അതേസമയം വളരെ പ്രധാനപ്പെട്ട എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈൽ JSSM എന്ന് പറയുന്ന ക്രൂയിസ് മിസൈൽ എത്രയും പെട്ടെന്ന് ഉക്രൈന് അമേരിക്ക നൽകാൻ പോകുന്നു. ഇത് നൽകുകയാണെങ്കിൽ തീർച്ചയായും ഉക്രൈൻ ബോർഡറിൽ നിന്നും 150 മുതൽ 200 കിലോമീറ്ററിനുള്ളിൽ ഏതൊരു എയർബേസ് ഉണ്ടെങ്കിലും അവയെ ഉക്രൈനെ കൊണ്ട് പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിയുമെന്നും ഒരു അറിയിപ്പ് ഉക്രൈൻ്റെ മീഡിയാസ്, ഉക്രൈൻ്റെ ടെലഗ്രാം ചാനൽസ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. എന്നാൽ ഇതിലൊരു വലിയ ട്വിസ്റ്റ് അവസാനം നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി അറിയാം. IRIS-T യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ അമേരിക്കയുടെ ആയുധങ്ങൾ ഒഴികെ മിസൈൽസ് കൂടാതെ വിമാനവേധ മിസൈൽ സംവിധാനത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനം പിടിച്ചിരിക്കുന്ന ഒന്നാണ് ജർമ്മനിയുടെ ഈ നിർമ്മാണം. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് നോക്കിയാൽ ഇതിൽ പ്രധാനപ്പെട്ട 2 വേരിയൻസ് ഉണ്ട്. ഒന്ന് IRIS-SL, മറ്റൊന്ന് IRIS-ML. ഈ SL എന്ന വേരിയന്റ് ഷോർട്ട് റേഞ്ചും ML എന്ന വേരിയന്റ് മീഡിയം റേഞ്ചിനെയും കാണിക്കുന്നതാണ്. കാരണം ചില ക്രൂയിസ് മിസൈൽ എല്ലാം റേഡാർ കണ്ണിൽ നിന്നും രക്ഷപ്പെടാനായി തറയിൽ നിന്നും 5 മുതൽ 10 മീറ്റർ വരെ പറക്കാൻ കഴിയുന്ന സംവിധാനത്തോടു കൂടി വരുന്നത് കൊണ്ട് അവയെയും കണ്ടുപിടിച്ച് നശിപ്പിക്കാനുള്ള അതിനവീന സാങ്കേതിക വിദ്യയോടുകൂടി സൃഷ്ടിച്ചവയാണ് ഇവയെല്ലാം. ജർമ്മനിയുടെ ആംഡ് ഫോഴ്സസിൽ ഈ വിമാനവേധ മിസൈൽ സിസ്റ്റം വളരെ പ്രധാനപ്പെട്ട സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിന്റെ ചില യൂണിറ്റ്സ് ഈ യുദ്ധത്തിന്റെ തുടക്കകാലത്ത് ഉക്രൈന് ജർമ്മനി ആദ്യമായി നൽകിയിരുന്നു. ഇത് അകത്തേക്ക് വന്നതിന് ശേഷം അതെന്ത് പെർഫോം ചെയ്തു, അല്ലെങ്കിൽ അകത്തേക്ക് വന്നതിന് ശേഷം ഇത് കാരണം എന്തെങ്കിലും നഷ്ടം റഷ്യക്ക് വരുത്തി വയ്ക്കാൻ സാധിച്ചോ എന്ന് നോക്കിയാൽ 2024 തുടക്കത്തിൽ 2 Su-34 വിമാനം ഔദ്യോഗികമായി ഇത് വീഴ്ത്തി. ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് റിപ്പോർട്ടായി വന്നിട്ടുണ്ട്. എന്നാൽ ഉക്രൈൻ ഇതിനെ പറഞ്ഞത് Su-34 മാത്രമല്ല Su-35നെയും ഈ IRIS വീഴ്ത്തി എന്നുള്ള ഒരു വിവരം പുറത്തുവിട്ടു. എന്നാൽ അതിനുള്ള തെളിവുകളൊന്നും ഇല്ലായിരുന്നു. Su-35നെ വീഴ്ത്തിയതിന്റെ യാതൊരു തെളിവും ഉക്രൈനെ കൊണ്ട് പുറം ലോകത്തെ കാണിക്കാൻ സാധിച്ചില്ല. Su-34 കൂടുതലായും റഷ്യ ഉപയോഗിക്കാനുള്ള കാരണവും നമുക്കറിയാവുന്നതാണ്. പക്ഷെ റഷ്യ ഉപയോഗിക്കുന്ന തന്ത്രം Su-35 വിമാനങ്ങൾ Su-34ന് ഗാർഡായി അയക്കും. ഈ 2 വിമാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ Su-35 എന്നത് കൂടുതൽ ഏരിയൽ അറ്റാക്കിനും മൾട്ടി റോൾ പർപ്പസ് ജെറ്റായും ഉപയോഗിക്കും. ഒരു നിർദ്ദിഷ്ട ദൗത്യത്തിന് വേണ്ടി മാത്രമല്ല, മറ്റൊരുപാട് സ്ഥലങ്ങളിൽ Su-35നെ ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ മറുഭാഗത്ത് നോക്കിയാൽ Su-34 വിമാനത്തെ ഒരു ബോംബർ എയർക്രാഫ്റ്റ് ആയാണ് കൂടുതലായും ഉപയോഗിക്കാൻ സാധിക്കുക. എയർ ടു എയർ ഡോമിനേഷൻ എന്നത് Su-34നെ കൊണ്ട് സാധിക്കില്ല. അതിനാൽ റഷ്യ ചെയ്യാൻ തുടങ്ങിയത് കൂടുതൽ അൺഗൈഡഡ് ബോംബ്സും ഒരുപാട് അമ്മുനേഷൻസും ഇവിടെ നിന്ന് കൊണ്ടുപോയി ഉക്രൈനിൽ കൊണ്ടുപോയി ഇടുന്നതിന് ഇവയെ ഉപയോഗിച്ചു. ഇതിനു വേണ്ടി Su-34നെ ഉപയോഗിക്കുമ്പോഴും അതിനുള്ള ത്രെഡ്സും ഉക്രൈനുള്ളിൽ കൂടാൻ തുടങ്ങി. സർഫസ് ടു എയർ മിസൈൽസ് ആയാലും അല്ലെങ്കിൽ ഉക്രൈന്റെ ഫൈറ്റർ ജെറ്റ്സ്, ഇവയ്ക്കെല്ലാം Su-34 ഒരു ഈസി ടാർഗറ്റായി മാറാൻ തുടങ്ങി. അതിനാൽ ഇതിന് എസ്കോർട്ടായി Su-35ന് റഷ്യ അയക്കുന്നു. അപ്പോൾ ഒരു ദൗത്യത്തിന് വേണ്ടി പോകുമ്പോൾ ഈ 2 വിമാനങ്ങളും ചേർന്നാണ് ഉക്രൈനുള്ളിൽ ഇത്രയും ദിവസം ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവരുടെ പക്കൽ മിസൈൽ വിരുദ്ധ സംവിധാനവും വിമാനവേധ മിസൈൽ സംവിധാനമായ പാട്രിയോട്ട്, IRIS-T, SAMT പോലുള്ള അതിനവീന മിസൈൽ വിരുദ്ധ സംവിധാനം ഉണ്ടായിരുന്നാലും വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ, വളരെ കുറഞ്ഞ എണ്ണം മാത്രമേ ഉള്ളൂ. അതിനാൽ എഫക്റ്റീവായി ഇവരെ കൊണ്ട് ഉപയോഗിക്കാനും സാധിക്കുന്നില്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഓരോന്നിന്റെ റേഞ്ചും 50 മുതൽ 120 കിലോമീറ്റർ വരെയാണ്. ഇപ്പോൾ ഉക്രൈൻ കറണ്ടായി ആക്റ്റീവായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു റേഞ്ചാണ്.
ഇവ ഉപയോഗിച്ച് റഷ്യയുടെ വ്യോമസേനയിലെ ഏതൊരു വിമാനത്തെയും അകത്തേക്ക് വരാതെ ഉക്രൈനെ കൊണ്ട് തടയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല. കാരണം ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ മാക്സിമം കവറേജ് എന്നത്, അതായത് ഇവരുടെ പക്കലുള്ള വേരിയൻസിന്റെ കവറേജ് എന്നത് 150 മുതൽ 190 കിലോമീറ്റർ വരെയാണ് അതിന്റെ ആ റഡാർ കവറേജ്. കൂടാതെ അകത്തേക്ക് വരുന്ന ത്രെഡിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ആ ഒരു കവറേജ്. ഇവ ഉപയോഗിച്ച് ഉക്രൈന്റെ പക്കലുള്ള S-300 അല്ലാതെ പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ വിമാനവിരുദ്ധ സംവിധാനങ്ങൾ, ഈ പാട്രിയോട്ട്, IRIS-T ഇവയെല്ലാം ചേർത്താലും ഡോൺബോസ് റീജിയൻ, സാബ്രോസീഷ്യ ഇവയെ മാത്രമേ കവർ ചെയ്യാൻ സാധിക്കൂ. ഈ ഒരു രീതിയിൽ മാത്രമേ ഉക്രൈന്റെ പക്കൽ ആക്റ്റീവായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഉള്ളൂ. ഇതാണ് സത്യം. അതല്ലാതെ ഉക്രൈന്റെ പക്കൽ മേജറായ വ്യോമ പ്രതിരോധ സംവിധാനമൊന്നും ഉക്രൈന്റെ പക്കൽ ഇല്ല. അതുകൊണ്ടാണ് കീവിൽ ചില പാട്രിയോട്ട് ബാറ്ററീസ് നിർത്തിയിരിക്കുന്നത്. ഒഡീസ പോർട്ടിലും ഒരു യൂണിറ്റ് വെച്ചിട്ടുണ്ട്. മറ്റുള്ളവയെല്ലാം ഈ ബാറ്റിൽ നടക്കുന്ന സ്ഥലങ്ങളിലായി ഉക്രൈൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ജർമ്മനി ചെയ്തത്, ജർമ്മനിയിലേക്ക് സെലൻസ്കി പോയി വന്നതിന് ശേഷം ജർമ്മനിയിൽ നിന്നും ഒരു ഔദ്യോഗികമായ റിപ്പോർട്ട് പുറത്തു വന്നു. 17 യൂണിറ്റ്സ് ഞങ്ങൾ ഉക്രൈൻ നൽകാൻ പോകുന്നു. അതിൽ ഈ വർഷം 2024 അവസാനത്തിനുള്ളിൽ SL ഷോർട്ട് റേഞ്ച്, ML മീഡിയം റേഞ്ച്, ഈ 2 റേഞ്ചിലും 2 യൂണിറ്റ്സ് ഈ വർഷ അവസാനം കൊടുത്തവസാനിക്കും. ഷോർട്ട് റേഞ്ചിൽ മുഴുവനായും 9 യൂണിറ്റ്, ബാക്കിയുള്ള മീഡിയം റേഞ്ച് അതായത് 55 മുതൽ 110 കിലോമീറ്റർ വരെയുള്ള ഈ മീഡിയം റേഞ്ച് പ്രതിരോധ സംവിധാനം 2026 മുഴുവനായും ഡെലിവർ ചെയ്യുമെന്നുള്ള ഒരു വലിയ വിവരം പുറത്തു വന്നു. ഇവ നൽകാനുള്ള പ്രധാനപ്പെട്ട കാരണം Su-34 വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്താനാണ്. Su-34 സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോഴും ചില കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഉക്രൈന് ഒരു വലിയ പേടി സ്വപ്നമായി മാറിയിരിക്കുന്നത് ഇതാണ്. സേഫായ സോണിൽ നിന്നും ഈ ഗൈഡഡ് ബോംബ്സ്, FAB സീരീസ് ബോംബ്സ് റഷ്യയുടെ ടെറിട്ടറിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇവർ ലോഞ്ച് ചെയ്യുന്നു. അതൊരു 50-80 കിലോമീറ്റർ റേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെ ഉക്രൈനെ അതിനെ ശരിയായി ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഉക്രൈന്റെ പക്കൽ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്നറിഞ്ഞാൽ റഷ്യയുടെ വിമാനങ്ങൾ ആ പ്രദേശത്തേക്ക് വരാൻ തന്നെ ഭയപ്പെടും. 80 കിലോമീറ്റർ എന്നത് എൻഗേജ് ചെയ്യാവുന്ന ഒരു ദൂരപരിധി തന്നെയാണ്. പ്രോപ്പറായ എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടെങ്കിൽ അത് ഉദ്ദേശിച്ചാണ് ജർമ്മനി ഉക്രൈനും ചേർന്ന് ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു ശ്രമം എടുത്തിരിക്കുന്നത്. എന്നാൽ ഇത് ജർമ്മനിയെ സംബന്ധിച്ച് ഒരു പരീക്ഷണമാണ്. കാരണം ഈ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് റഷ്യയുടെ വിമാനങ്ങളെ റഷ്യൻ അതിർത്തിക്കുള്ളിൽ വെച്ച് വെടിവെച്ച് വീഴ്ത്തിയാൽ ജർമ്മനിക്കും റഷ്യയ്ക്കും ഇടയിൽ നേരിട്ടുള്ള ഒരു സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ വലിയ കാര്യമാണോ? എയർ ഡിഫൻസ് സിസ്റ്റം നൽകിയതിനെ തന്നെ ഇത്ര വലിയ കാര്യമായി സംസാരിക്കുന്നല്ലോ. അപ്പോൾ JSSM എന്ന മറ്റൊന്നുണ്ട്, ജോയിന്റ് എയർ ടു സർഫസ് സ്റ്റാൻഡ് ഓഫ് മിസൈൽ. 2001 മുതൽ ഈ ഒരു എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈൽ അമേരിക്കയുടെ വ്യോമസേനയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോം ഷാഡോ, സ്കാൽ ഇവയേക്കാൾ വളരെ അതിനവീനമായ മിസൈലാണ്. ഇത് ഉക്രൈന് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും പറയാം, തുറന്നിനെ നമുക്കൊരു കാര്യം പറയാൻ സാധിക്കും, റഷ്യയുടെ ഏതൊരു ഫോർവേഡ് മിലിറ്ററി ബേസും ആ സ്ഥലത്ത് സേഫ് ആയിരിക്കില്ല. കാരണം ഇതിന് മുൻപ് പറഞ്ഞ ഈ 2 മിസൈൽ, സ്കാൽപ്പ് ആയാലും അല്ലെങ്കിൽ സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈൽ ആയാലും, ഇവയെല്ലാം ഒരു വിമാനത്തിൽ നിന്നും ലോഞ്ച് ചെയ്താൽ ഉടൻ അതൊരു ഡൈവ് അടിക്കും. ഡൈവ് അടിച്ചതിനു ശേഷം ടെറൈൻ ഹഗ്ഗിംഗ് എന്ന് പറയപ്പെടുന്ന രീതിയിൽ തറയിൽ നിന്നും ഒരു നിശ്ചിത ഉയരത്തിൽ പറക്കുന്ന രീതിയിലായിരിക്കും അത് പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം റഡാറിൽ നിന്നും രക്ഷപ്പെടാനായി. പക്ഷെ ഈ ഒരു JSSMന് അങ്ങനെ ഒരു കണ്ടീഷനേ ഇല്ല. കാരണം ഇതിന്റെ ഡിസൈൻ, കൂടാതെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റെൽത്ത് മെറ്റീരിയൽസ് ഇവയെല്ലാം റഡാറിന് കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിലാണ് അമേരിക്കയുടെ ലോക്കിൻ മാർട്ടിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതുവരെയും 2000-ലധികം യൂണിറ്റുകൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവയെ സംബന്ധിച്ചൊരു പെനട്രേഷൻ വാർഹെഡ് ആണ്. ബങ്കർ ബസ്റ്റർ, അതായത് അണ്ടർഗ്രൗണ്ടിൽ എങ്ങനെയുള്ള ഒരു സൈനിക താവളം ഉണ്ടായാൽ പോലും അതിനെ പോയി ആക്രമിക്കാൻ കഴിവുള്ള ഒന്ന്. അതേ കാറ്റഗറിയിലാണ് ഈ മിസൈലിനെയും അമേരിക്ക സൃഷ്ടിച്ചത്. ഇതിൽ പ്രധാനപ്പെട്ട 2 വേരിയന്റ് ഉണ്ട്. AGM-158B JASSM ER എക്സ്റ്റെൻഡഡ് റേഞ്ച്. ഇത് കൂടാതെ AGM-158 CLR ASM ലോങ് റേഞ്ച് എയർ ടു സർഫസ് മിസൈൽ. ഇത് കൂടാതെ പെലട്രൈസ്ഡ് JSSM. ഇതിലും ചില ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത, സാധാരണ ഒരു ക്രൂയിസ് മിസൈൽ നൽകുമ്പോൾ അതിൽ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങൾ ഉണ്ടാകും. ഷോർട്ട് റേഞ്ച്, മീഡിയം റേഞ്ച്, മീഡിയം എക്സ്റ്റെൻഡഡ് റേഞ്ച്, ലോങ് റേഞ്ച്, ലോങ് റേഞ്ചിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള റേഞ്ച്, ഇങ്ങനെ ഓരോന്നിനും ചില കാറ്റഗറീസ് ഉണ്ടാകും. എന്നാൽ ഈ മിസൈൽസിന്റെ സവിശേഷത, ഇതിന്റെ ബേസിക് വേർഷൻ തന്നെ 158B ആണ്. അതിന്റെ റേഞ്ച് തന്നെ 330 കിലോമീറ്റർ ആണ്. അതായത് തുടങ്ങുന്നത് തന്നെ 330 കിലോമീറ്റർ. நார்மலா இது ஆரம்பிக்கிறதே 330 கிலோமீட்டர்ல இருந்து. இப்போ இப்படி ஒரு ஏவுகணை மட்டும் அமெரிக்காவோட உதவியோட உக்ரைன் வாங்கிட்டாங்கன்னு வைங்க. நெப்ரோ ரிவர்ல இருந்துட்டே சேஃபஸ்ட் டிஸ்டன்ஸ்ல இருந்து கிரீமியாவை இவங்களால அடிக்க முடியும். இந்த பக்கம் சுமி ரீஜியனுக்கும் நெப்ரோ ரிவருக்கும் இந்த கார்கிவ் கீவ் பகுதிகளுக்கு உட்பட்ட அந்த பகுதிகளிலும் ரஷ்யாவோட ஃபார்வர்ட் பேசஸ் ராஸ்டோவ் ஆன் டான்ல இருக்கக்கூடிய பேசஸையும் அடிக்க முடியும். அதே மாதிரி பெல்கராட் ரீஜியன்ல இருக்கிற பேசஸையும் இவங்களால
அடிக்க முடியும், ஃப்ரண்ட் லைனுக்கு பக்கத்துல வர முடியும். இதுல கிரீமியான்றது ரொம்ப முக்கியத்துவம் வாய்ந்தது. காரணம் என்னன்னா இந்த யுத்தத்தோட அந்த ஒரு முக்கியமான அசெட்டா இருக்குது இந்த கிரீமியன் பிரிட்ஜ். என்னைக்கு இந்த கிரீமியாவோட பிரிட்ஜ் உக்ரைன் அழிக்கிறாங்களோ அன்னைக்கு ஒரு முழு நேர യുദ്ധമാണത് இந்த റഷ്യക്കും ഉക്രൈനും ഏർപ്പെടുത്തുന്നതിന്. ഇങ്ങനെ ചോദിച്ചതിന് ശേഷം അമേരിക്കയുടെ പ്രതികരണം ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ വിമാനങ്ങളെ F-15 നിന്നും ഉപയോഗിക്കാൻ സാധിക്കും, F-18 സൂപ്പർ ഹോർണറ്റിൽ നിന്നും ഉപയോഗിക്കാൻ സാധിക്കും, F-16 B-1 B-2 ഈ ബോംബേഴ്സിൽ നിന്നും ഉപയോഗിക്കാൻ സാധിക്കും, F-35 നിന്നും ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ നേരത്തെ ഉക്രൈന്റെ പക്കൽ F-16 ഉണ്ട്. അതുകൊണ്ട് അമേരിക്ക ഈ വെപ്പൺ സിസ്റ്റം ഉക്രൈൻ നൽകുകയാണെങ്കിൽ ഈ യുദ്ധത്തിൽ 16 വിമാനങ്ങളെ റഷ്യയിൽ നിന്നും സംരക്ഷിക്കുക. കൂടാതെ റഷ്യയുടെ പൊസിഷൻസ് പ്രധാനമായും ക്രീമിയം ബ്രിഡ്ജിനെ ഉക്രൈൻ വിചാരിക്കുമ്പോഴെല്ലാം ആക്രമിക്കേണ്ട ഒരു സാധ്യതയും ഉണ്ടാകും. കൂടാതെ ഇതിന്റെ ആക്യുറസി എന്നത് വെറും 3 മീറ്റർ മാത്രമാണ്. ഒരു വലിയ ബ്രിഡ്ജിനെ ആക്രമിക്കണം എന്നുള്ളപ്പോൾ ഇതൊരു മേജറായ ഗ്യാപ്പേ അല്ല. ആ ബ്രിഡ്ജിനെ അവരെ കൊണ്ട് തീർച്ചയായും ആക്രമിക്കാൻ സാധിക്കും. കൂടാതെ ഇത് ജാമിംഗ് പ്രൂഫ് എന്ന ഒരുപാട് കാര്യം അമേരിക്ക പറയുന്നുണ്ട്. എന്നാൽ ഈ യുദ്ധത്തിൽ ഇത് ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ, ജാമിംഗ് പ്രൂഫ് ആയിട്ടുള്ളത് റഷ്യ സ്പൂഫ് ചെയ്യുമോ ഇല്ലയോ എന്നറിയുന്നതിന് മുൻപ് എത്ര സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ട് ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇത് ഓപ്പറേഷനിൽ ആയിരുന്നിട്ടുണ്ട് എന്ന് നോക്കിയാൽ ഇപ്പോൾ ഓസ്ട്രേലിയ, ഫിൻലാൻഡ്, ജപ്പാൻ ഇവരെല്ലാം ഇത് വാങ്ങേണ്ട ഡീൽസിൽ കരാറിട്ടിട്ടുണ്ട്. എന്നാൽ രണ്ട് തവണ മാത്രമാണ് ഈ മിസൈൽസ് യുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യമായി ഏപ്രിൽ 14, 2018 സിറിയൻ സിവിൽ വാറിൽ സിറിയയുടെ ഗവൺമെന്റ് ഫോഴ്സസിൽ ഒരു ആക്രമണം ചെയ്യാനായി അമേരിക്ക ഈ ഒരു മിസൈൽസ് ഉപയോഗിക്കുന്നു. അതിൽ ഒരു 18ൽ കൂടുതൽ മിസൈൽസിനെ സിറിയൻ ഫോഴ്സസിൽ ഉപയോഗിച്ചു. അതിൽ 16 മിസൈൽസ് മാത്രമാണ് പൊട്ടിത്തെറിച്ചത്. അപ്പോൾ മറ്റു 2 മിസൈൽസിന് എന്ത് പറ്റി? അത് സിറിയൻ ഫോഴ്സസ് കൈപ്പറ്റി. ഇവ കൂടാതെ അടുത്തായി ISLന്റെ നേതാവായിരുന്ന അബൂബക്കറിനെ കൊല്ലുന്നതിന് മുൻപ് അവരുടെ സേനയ്ക്കെതിരായും ഇങ്ങനെയുള്ള മിസൈൽസ് അമേരിക്ക ഉപയോഗിച്ചിട്ടുണ്ട്. ഈ 2 സംഭവങ്ങളിൽ മാത്രമാണ് അമേരിക്ക ഇങ്ങനെയുള്ള മിസൈൽസ് ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനും റഷ്യയ്ക്കും എന്താണ് ബന്ധം? ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതെന്താണെന്ന് ചോദിച്ചാൽ അതിവിടെയാണ് സംഭവിച്ചത്. ആദ്യം പറഞ്ഞ സിറിയൻ സിവിൽ വാറിൽ 16 മിസൈൽസ് പൊട്ടിത്തെറിക്കുന്നു, 2 പൊട്ടിത്തെറിച്ചില്ല എന്ന് പറഞ്ഞല്ലോ. അത് 2ഉം സിറിയയുടെ ഫോഴ്സസ് കൈപ്പറ്റുകയും റഷ്യയ്ക്ക് കൊടുക്കുകയും ചെയ്തു. ഇത് ഒരുപാട് മാധ്യമങ്ങളിൽ പറഞ്ഞൊരു കാര്യവുമാണ്. ഈ സിറിയൻ സിവിൽ വാറിനെ കുറിച്ച് നിങ്ങൾ തിരഞ്ഞു നോക്കിയാൽ ഇതിനെക്കുറിച്ചുള്ള ഇൻട്രസ്റ്റിംഗ് ആയ പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കാരണം ഈ 2 മിസൈൽസ് റഷ്യയുടെ കൈകളിലേക്ക് കിട്ടുന്നതിന് പുറകിൽ ഒരുപാട് പേരുടെ പരിശ്രമം ഉണ്ടായിരുന്നു. ഇതിനെ തടയാൻ അമേരിക്ക എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ഈ 2 മിസൈൽസിനെ ഉപയോഗിച്ച് റഷ്യ എത്രത്തോളം പഠനങ്ങൾ നടത്തി, ഇവയൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കാരണം ഇത്രയും പ്രധാനപ്പെട്ട ഒരു വെപ്പൺ അമേരിക്ക വിചാരിച്ചാൽ ഉക്രൈന് എപ്പോഴും നൽകിയിരിക്കാമായിരുന്നു. ഈ യുദ്ധം ആരംഭിച്ച് 2022 ശേഷം ഒരുപാട് സമയങ്ങളിൽ ഉക്രൈൻ നൽകാനുള്ള സാധ്യതകൾ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വരെയും അമേരിക്ക അത് ചെയ്തിട്ടില്ല. കാരണം നേരത്തെ ഇതിന്റെ 2 മോഡൽ പ്രധാനപ്പെട്ട 2 മിസൈൽസ് റഷ്യയുടെ കൈകളിലുണ്ട്. ഇത്രയും വർഷം ഈ 2018 ഈ സംഭവം നടന്നതിന് ശേഷം ഒരു 6 വർഷമായി. 6 വർഷം അത് ഉപയോഗിച്ച് റഷ്യ വെറുതെ ഇരുന്നിട്ടുണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അത് ഉപയോഗിച്ചവർ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ടാകും. അതിനെങ്ങനെയെല്ലാം ഡിഫെൻഡ് ചെയ്യാമെന്നുള്ള ഐഡിയയും റഷ്യക്ക് ലഭിച്ചിട്ടുണ്ടാകും. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം അമേരിക്ക ഈ മിസൈൽസിനെ ഉക്രൈന് നൽകാൻ ഇത്രയും മടിക്കുന്നത്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. പ്രധാനമായും IRIST, മറ്റൊരു ഭാഗത്ത് JSSM, ഈ 2 വെപ്പൺ സിസ്റ്റവും ഉക്രൈന് വരാനുള്ള പോസിബിലിറ്റീസ് ഇപ്പോൾ കൂടുതലാണ്. IRIST എത്രയും പെട്ടെന്ന് വരും. ഈ JSSM നൽകാൻ പോകുന്നതായും അമേരിക്ക ഒരു അറിയിപ്പ് കൊടുത്തു. ഈ യുദ്ധത്തിന്റെ പോക്ക് ഈ സംവിധാനങ്ങളെ കൊണ്ട് മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടോ? റഷ്യ സത്യത്തിൽ ഈ മിസൈൽസിനെ ജാം ചെയ്യാനുള്ള ടെക്നിക്സ് കണ്ടുപിടിച്ചിട്ടുണ്ടാകുമോ? ഇവയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.